നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും വിൻഡർഹെവൻ്റെ ഒരു ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ തൃശ്ശൂർ വഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് നമ്മളടുത്ത് പാലക്കാട് ഒരു യാത്രയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ യാത്രയിൽ നമുക്കൊപ്പം ഉടനീളമുള്ളത് ബഹുമാന്യരായ കേരളത്തിൻ്റെ ഭരണസാരഥ്യം വഹിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളാണ്. അവർ രണ്ടുപേരും ഞങ്ങൾ കാണിക്കാം. അതിൽ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ഹായ് പറഞ്ഞു. ഹായ് എവിടെയല്ലേ? ഹായ് 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 അതാണ്. അപ്പോൾ ആ ഹായ് പറഞ്ഞതിൽ തന്നെ ഒരു കാര്യമുണ്ട്. ഏറ്റവും പുറകിൽ ഒളിച്ചിരിക്കുന്ന ഒരു കറുത്ത മനുഷ്യനുണ്ട്. കറുത്ത വസ്ത്രമാണെന്നേ ഉള്ളൂ. അദ്ദേഹം കളർ കൊണ്ട് വളരെ തീരെ മോശമല്ല. അദ്ദേഹത്തിനൊരു ഹായ് പറഞ്ഞ്. ഹായ് ഹായ്. അദ്ദേഹം നമ്മുടെ നന്ദിയോട് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറാണ്, രാജ്കുമാർ. അതുപോലെ തന്നെ ഇത് നന്ദിയോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷനാണ് PS ബാജിലാൽ. നമുക്ക് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്താണ് നമ്മൾ പോകുന്നത്. വളരെ ദൂരെ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. നമ്മൾ 2 ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ വരുമ്പോൾ ആയിട്ടൊരു ബ്ലോഗിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്നതാണോ താങ്കൾ? എപ്പോഴും യാത്രകൾ ഇഷ്ടപ്പെടാറുണ്ട്? യാത്രകളിൽ കൂടുതലും ഒരു മാസത്തിൽ എത്ര യാത്രകളൊക്കെ ചെയ്യാൻ? എത്ര ദിവസം? 5 യാത്രകളാണ് അദ്ദേഹം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പം അദ്ദേഹം നിസ്സാരക്കാരനല്ല, ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്. പക്ഷേ യാത്രകൾ ആസ്വദിക്കുക. നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ട് ഒരിടത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയല്ല നമ്മൾ. അതിൽ നമുക്ക് യാത്രകൾ ആസ്വദിച്ച് മുന്നോട്ട് പോകാം. അപ്പം അതിൽ ഇപ്പം സ്റ്റിക്ക് ഓരോ ഓടി അങ്ങനെ നിങ്ങൾ വണ്ടി ഓടിക്കും. അല്ല ബാക്കി ഞാൻ അപ്പം നമുക്ക് പറഞ്ഞോളൂ. അപ്പം താങ്കളുടെ ഈ യാത്രകളെ കുറിച്ചുള്ള ഒരു വിവരണം പറയാമോ? എന്താണ് യാത്രകൾ അങ്ങ് ആസ്വദിക്കാൻ കാരണം? യാത്രകളെ മനുഷ്യന് പുതിയ പുതിയ പ്രദേശങ്ങളും പുതിയ പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനും അവരുടെ മനസ്സിലുള്ള ഓരോ വിഷയങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാനും അറിഞ്ഞ് അവരോടൊപ്പം തന്നെ നമുക്ക് പല ആശയങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഈ യാത്രയുടെ ഉദ്ദേശം. അതോടൊപ്പം തന്നെ പുതിയ പുതിയ ഭക്ഷണക്രമങ്ങളും പല പല രീതിയിലുള്ള ഒരു ഇടപെടൽ നമുക്ക് യാത്ര കൊണ്ട് ഉണ്ടാവുന്നതാണ്. യാത്രകൾ പുതിയ പുതിയ അനുഭവങ്ങൾ പ്രദാനം ചെയ്യും അല്ലേ? പുതിയ പുതിയ കാഴ്ചകളും അതെ പുതിയ പുതിയ അനുഭവങ്ങളൊക്കെ യാത്ര കൊണ്ട്. അതെ അതെ അതെ. താങ്കൾ സ്ഥിരമായി ഇങ്ങനെ പാലക്കാട് യാത്രകൾ ചെയ്യാറുണ്ടോ? പാലക്കാടേക്കല്ലേ ഇപ്പോൾ പോകുന്നത്? അപൂർവമായിട്ട് യാത്ര ചെയ്യാറുണ്ട്. ലോങ് യാത്രകൾ അല്ലേ? ഇന്നത്തെയാണ് ലോങ് യാത്ര. ഒരുപാട് ക്ഷീണം വരുന്ന ഒരു യാത്രയാണ്. പക്ഷേ എങ്കിലും യാത്രകൾ അധികം ക്ഷീണമായിട്ട് നിങ്ങൾക്ക് തോന്നാറില്ലല്ലേ? നേരെ പോയാ ഈ കുടുംബമായിട്ടും ഭാര്യയോടും അല്ലെ മക്കളോടും ഒക്കെ മല്ലടിക്കുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ക്ഷീണമേ അല്ല ഇതൊന്നും. കാരണം ഈ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കുടുംബപരമായുള്ള കാര്യങ്ങൾ നമ്മൾ ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് വളരെ ക്ഷീണം തോന്നുന്നത്. ഇതിപ്പം എന്തായാലും
അതെ, ടൈം ഒരുപാട് അങ്ങ് പോയി. എങ്കിലും നമ്മുടെ യാത്രകൾ നമ്മൾ ആസ്വദിച്ച് മുന്നോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വരാം. ഇപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും സൈനിങ് ഓഫ് ചെയ്യുന്നു. ഞാൻ CB ശരവണൻ, വിന്നർ ഹെവൻ. താങ്ക് യു.